ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഡെയിലി ലൈഫിൽ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമയം ഒട്ടും തന്നെ കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുപോലെ പാല് തിളപ്പിച്ചതോ ചായ ഉണ്ടാക്കിയതോ ഒക്കെ ആയ പാത്രങ്ങൾ കരിഞ്ഞു പിടിച്ചതൊക്കെ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യാറുള്ളത്. അതുമാത്രമല്ല, വിറകടുപ്പിൽ വെക്കുന്ന പാത്രങ്ങളിലെ കരി കഴുകിക്കളയാനും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഒട്ടും പ്രയാസമില്ലാതെ തന്നെ പാത്രങ്ങൾക്കുള്ളിൽ കരിഞ്ഞു പിടിച്ചതും അതുപോലെ കരിയൊക്കെ കഴുകിക്കളയാൻ നല്ലൊരു സാധനമാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് സൂക്ഷിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ വളരെ ഭീഷണിയായ ഒന്നാണിത്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ വാങ്ങി ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഇതുപോലെ പൊടിഞ്ഞു പൊടിഞ്ഞു വരാൻ തുടങ്ങും. ഇങ്ങനെ പൊടിയാനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മളിതുകൊണ്ട് പാത്രം കഴിയുമ്പോൾ ഈ പൊടികളൊക്കെ പാത്രത്തിൻ്റെ വക്കിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കും. അതുമാത്രമല്ല, ഈ കമ്പി നമ്മുടെ കൈകളിലേക്ക് കുത്തിക്കയറുകയും കൈകളിൽ മുറിവുണ്ടാക്കുകയും ചെയ്യും. പാത്രത്തിൻ്റെ വക്കിലൊക്കെ തറഞ്ഞിരിക്കുന്ന ഈ കമ്പിയുടെ തരികൾ ഒരു പക്ഷേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വയറ്റിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇനി പുതിയ സ്ക്രബ്ബർ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ പാത്രം തേച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെങ്കിലോ അതിൽ ഈ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ മാത്രം മതി. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പഴയ സോക്സാണ്. കുഞ്ഞുങ്ങളുടെയൊക്കെ സോക്സ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. സോക്സിനുള്ളിലേക്ക് നമ്മുടെ ഈ സ്ക്രബ്ബർ കടത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. ഇനി ഇതുകൊണ്ട് നമ്മുടെ കരിഞ്ഞു പിടിച്ച പാത്രങ്ങളും കരി പിടിച്ച പാത്രങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ കഴുകിയെടുക്കാം. ഇതുപോലെ സോപ്പോ ഡിഷ് വാഷോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഈ പാത്രം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, സ്ക്രബ്ബറിലെ കമ്പി കുത്തി കയറി നമ്മുടെ കൈ ഒന്നും വേദനിക്കുകയുമില്ല. ഇനിയിപ്പോൾ സോക്സ് ഉപയോഗിച്ച് പാത്രം കഴുകാൻ മടിയുള്ളവരാണെങ്കിൽ പാൽ കവറോ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറോ എടുത്താൽ മതി കേട്ടോ. അതിനുള്ളിലേക്ക് ഇതുപോലെ തന്നെ സ്ക്രബ്ബർ കടത്തിയിട്ടതിന് ശേഷം ഇങ്ങനെ അഴുക്ക് പിടിച്ച പാത്രങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ പൊടിഞ്ഞ കമ്പിയുടെ ഒരു തരി പോലും പുറത്തേക്ക് വരാതെ സോക്സിനുള്ളിൽ തന്നെ കിടന്നോളും. ആവശ്യത്തിന് ശേഷം ഇതൊന്ന് കഴുകി പിഴിഞ്ഞ് ഒരാണിയിൽ തൂക്കിയിട്ട് ഉണക്കിയെടുത്താൽ മാത്രം മതി. അടുത്ത ടിപ്പല്ല കേട്ടോ, നമുക്ക് എല്ലാം യൂസ്ഫുൾ ആകുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഈ ഫോൺ ബെഡിനോട് ചേർന്നുള്ള കബോർഡ്സിലോ അല്ലെങ്കിൽ ടേബിളിലോ ഒക്കെയാണ് വെക്കാറുള്ളത്. ഇങ്ങനെ ഈ റൂമിൽ കബോർഡ്സോ ടേബിളോ ഒക്കെ വയ്ക്കാൻ സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതൊരു വാൾ ഫിക്സിങ് മൊബൈൽ സ്റ്റാൻഡാണ് കേട്ടോ. ഇതുപോലെ ഒരു സ്റ്റാൻഡ് വാങ്ങി നമ്മുടെ വാളിൽ ഫിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഫോൺ അതിലേക്ക് വെക്കാം. സ്വിച്ച് ബോർഡിൻ്റെ അടുത്താണ് ഇത് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഫോൺ ചാർജ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. ഇതുപോലെ പല ടൈപ്പിലുള്ള വാൾ ഫിക്സിങ് മൊബൈൽ സ്റ്റാൻഡ് നമുക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒക്കെ ഓൺലൈനായിട്ട് വാങ്ങാൻ സാധിക്കും കേട്ടോ. വളകളൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരാണ് നമ്മൾ സ്ത്രീകളെല്ലാവരും തന്നെ. ചിലർക്ക് ഗോൾഡ് വളയായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുപ്പി വളയായിരിക്കും ഇഷ്ടം. സ്വർണ്ണവളയോ കുപ്പിവളയോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കൈയുടെ പാകത്തിനനുസരിച്ചുള്ള വളയിട്ടില്ലെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. ചിലരുടെ കൈപ്പത്തിക്ക് തടി കൂടുതലായിരിക്കും, എന്നാൽ കൈത്തണ്ടിക്ക് ഒട്ടും തന്നെ വണ്ണം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ കൈപ്പത്തിയിലൂടെ കയറുന്ന വലിയ വളയിട്ട് കഴിയുമ്പോൾ കാണാൻ ഒട്ടും തന്നെ ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ എത്ര ചെറിയ വളയാണെങ്കിലും ഈസി ആയിട്ട് അത് നമ്മുടെ കയ്യിലേക്ക് ഇടാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു ചെറിയ വളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈസി ആയിട്ട് ഞാൻ കയ്യിലേക്ക് ഇട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ 1-2 തുള്ളി വെളിച്ചെണ്ണ കയ്യിലേക്കൊന്ന് ഇറ്റിച്ചതിന് ശേഷം അത് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി വേണ്ടത് ഇതുപോലുള്ള കനം കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ. ഷെമ്മി കവർ എടുത്താലും മതി. നമ്മൾ ആ എണ്ണ പുരട്ടിയ കൈ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ കവറിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തുള്ളി വെളിച്ചെണ്ണ ഈ കവറിൻ്റെ പുറമേക്കൊന്ന് ഇറ്റിച്ചതിന് ശേഷം ഈ കവറിൽ എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇടാനുള്ള വളയെടുത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. കൈ ഒട്ടും തന്നെ വേദനിക്കാതെ നമുക്കിതിടാൻ പറ്റും. കണ്ടോ, എത്ര ഈസി ആയിട്ടാണ് ഞാൻ വള ഇട്ടതെന്ന് നോക്കിക്കേ. ഇട്ട വള ഊരിയെടുക്കാനും നമുക്കിതുപോലെ തന്നെ കവർ ഇട്ടതിന് ശേഷം പതുക്കെ അങ്ങ് വലിച്ചെടുത്താൽ മതി. ഈ ടിപ്പ് കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുമല്ലോ. കിച്ചൺ സിങ്കിലിട്ടാണ് നമ്മളെല്ലാവരും തന്നെ പാത്രമൊക്കെ കഴുകിയെടുക്കുന്നത്. പാത്രം കഴുകുന്നത് മാത്രമല്ല കേട്ടോ, വെജോ നോൺ വെജോ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ വാഷ് ചെയ്യുന്നതും ഈ കിച്ചൺ സിങ്കിൽ തന്നെ വെച്ചല്ലേ. ഇതൊക്കെ ഇങ്ങനെ കഴുകി കഴിയുമ്പോഴേക്കും നമ്മുടെ ഡ്രസ്സൊക്കെ നനഞ്ഞ് ചീഞ്ഞ് കൊളായിട്ടുണ്ടാകും. മാത്രമല്ല, നോൺ വെജൊക്കെ കഴുകുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ആ വെള്ളം തെറിച്ച് നമ്മുടെ ഡ്രസ്സിന് വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാവും. ഇങ്ങനെ പറ്റിപ്പിടിക്കുന്ന ഈ സ്മെല്ലും കറകളും ഒക്കെ നമ്മൾ ആ ഡ്രസ്സ് എത്ര കഴുകിയാലും അങ്ങോട്ട് തീർത്തും പോവില്ല. ചിലരൊക്കെ ഇതുപോലുള്ള ഏപ്രണൊക്കെ കെട്ടിയിട്ടാണ് പാത്രമൊക്കെ വാഷ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്താലും ആ ഏപ്രണും നനയും, നമ്മുടെ ഡ്രസ്സും നനയും.
വെറും 4 പിന്ന് കൊണ്ട് നമ്മുടെ ഏപ്രണിൽ ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ ഇനി എത്ര പാത്രം കഴുകിയാലും ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ ഡ്രസ്സിലേക്ക് തെറിക്കില്ല. ഞാനിവിടെ ഇതുപോലെ ഒരു സാധാ ഏപ്രൺ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു വാട്ടർ പ്രൂഫ് ഏപ്രൺ മാറ്റിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു ഷെമ്മി കവറും 4 പിന്നും ഉണ്ടെങ്കിൽ നമ്മുടെ ഏപ്രൺ വാട്ടർ പ്രൂഫ് ഏപ്രൺ മാറ്റിയെടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിയ ഒരു ഷിമ്മി കവറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 2 സൈഡും നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. കവറിൻ്റെ 2 സൈഡ് മുറിച്ച് മാറ്റിയതിന് ശേഷം ഈ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ഓപ്പൺ ആക്കി എടുക്കാം. ഇനി നമ്മുടെ ഏപ്രൺ ഒരു ടേബിളിലേക്ക് ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കവർ എടുത്ത് ഏപ്രണിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കാം. ഏപ്രണിൻ്റെ ടോപ്പ് പോലെ അതേ ഷേപ്പിൽ തന്നെ കവറും മടക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണേ. ഷേപ്പിന് കവർ മടക്കി വെച്ചതിന് ശേഷം ഓരോ സേഫ്റ്റി പിൻ എടുത്ത് ഈ ഏപ്രണിൻ്റെ 2 എൻഡിലായിട്ട് നമുക്ക് ഈ കവറും ഏപ്രണും ചേർത്തൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ടോപ്പിൽ പിൻ ചെയ്തതിന് ശേഷം നമുക്കിനി നമ്മുടെ സൈഡ് ബാൻഡ് ഉണ്ടല്ലോ അവിടെയും കവർ ഇതുപോലെ ഒന്ന് ശരിയാക്കി വെച്ച് കൊടുക്കാം. ഞാനെടുത്ത കവർ കുറച്ച് ചെറുതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് അങ്ങ് ഇങ്ങ് എത്താത്തത്. നിങ്ങൾ കുറച്ച് വലിയ കവർ എടുത്താൽ മതി. കവർ ബാൻഡിനോട് ചേർത്ത് വെച്ചതിന് ശേഷം ഓരോ സേഫ്റ്റി പിൻ എടുത്ത് നമുക്ക് അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സൈഡ് ബാൻഡിനോട് ചേർത്താണ് കേട്ടോ പിൻ കുത്തി കൊടുക്കേണ്ടത്. അടുത്തതായി നമുക്ക് ഈ കവറിന് എത്ര ഇറക്കം വേണമെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ബാക്കി അങ്ങോട്ട് മുറിച്ച് കളയാം. 10 പൈസ പോലും മുടക്കില്ലാതെ നമ്മളൊരു അടിപൊളി വാട്ടർ പ്രൂഫ് ഏപ്രൺ ഉണ്ടാക്കിയെടുത്തത് കണ്ടോ. ഇതിട്ട് ഞാൻ പാത്രം കഴുകി കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെ വ്യത്യാസം ഒന്ന് കണ്ടു നോക്ക്. കണ്ടോ, എത്ര പാത്രം കഴുകിയാലും എത്ര വെള്ളം വീണാലും നമ്മുടെ ഡ്രസ്സ് ഇനി ഒട്ടും നനയില്ല. ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഏപ്രൺ പോലും ഒരു തുള്ളി വെള്ളത്തിൽ നനയില്ല. ഇനി ഇങ്ങനൊരു കവർ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഏപ്രൺ എന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആഴ്ചയിലൊരിക്കൽ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ തുന്നുകയോ തയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ കവർ ചീത്തയായി പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ തന്നെ ഒരു കവർ വെട്ടിയെടുത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.